ഷെയർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. ഇന്ന് +2 ക്ലാസ്സിലെ ഓണ എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ഡയറിയും ക്യാരക്ടർ സ്കെച്ചും ലെറ്റർ റൈറ്റിങ്ങും നോക്കാം. 2 ഡയറി എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, രണ്ടും നോക്കി വയ്ക്കുക. ഒന്നാമത്തെ ഡയറി ക്വസ്റ്റ്യൻ വായിക്കാൻ ഞാൻ പോയിൻ്റായിട്ടാണ് തന്നിരിക്കുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ അത് പാരഗ്രാഫായിട്ട് വൃത്തിയായിട്ട് എഴുതി കൊടുക്കണം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. बेटी के आंसुनामा ने बादशाह के मन को विचलित कर लिया. ഉസ് ദിൻ കി ഡയറി ലിഖെ. അതായത് മകളുടെ കണ്ണീർ കത്ത് ചക്രവർത്തിയുടെ മനസ്സിനെ എന്താക്കി? വിചലിതമാക്കി, ചാഞ്ചല്യപ്പെടുത്തി. ആ ദിവസത്തെ ഡയറി, അദ്ദേഹത്തിൻ്റെ ഡയറി തയ്യാറാക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഡയറിയുടെ ഫോമാറ്റ് അറിയാം. ആദ്യം എന്ത് ചെയ്യണം? ഡേറ്റും അതിനുശേഷം ഡേയും ആഡ് ചെയ്തിട്ട് വേണം ഡയറി തുടങ്ങാൻ. ഡയറി എഴുതുമ്പോൾ ആദ്യത്തെ ആ സെൻറ്റൻസ് എങ്ങനെയായിരിക്കണം? ആ ഡയറിയെ ആസ്പദമാക്കിയായിരിക്കണം. അതായത് തന്നിരിക്കുന്ന വിഷയം എന്താണോ അതിനെ ആസ്പദമാക്കിയാണ് ആദ്യത്തെ ലൈൻ എഴുതേണ്ടത്. നോക്കി ഇവിടുത്തെ നമുക്ക് നോക്കാം. ആജ് കാ ദിൻ മേരെ മൻ മേ ദുഃഖ ഭരാ ഥാ. ഇന്നത്തെ ദിവസം എൻ്റെ മനസ്സിൽ ദുഃഖം നിറഞ്ഞു. കാരണം രാജാവിൻ്റെ മനസ്സിൽ ദുഃഖമായിരുന്നു മകളെ ഓർത്ത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ദുഃഖമാണ് ആദ്യത്തെ ലൈൻ കൊടുത്തത്. അടുത്ത പോയിന്റ് നോക്കിയേ. കത്ത് പഠിക്കറെ ഉത്പന്ന ദർദ്. അതായത് കത്ത് വായിച്ചപ്പോൾ ഉണ്ടായ വേദന, അതിനെക്കുറിച്ച് എഴുതണം അവിടെ കേട്ടോ. അടുത്ത നോക്കിയാൽ ദില്ലിവാസിയും കെ പ്രതി. ദില്ലിവാസികൾ, അവിടുത്തെ ദില്ലിവാസികളുടെ കെ പ്രതി എന്ന് വെച്ചാൽ നേർക്ക് അദ്ദേഹത്തിൻ്റെ ആകുലതയാണ് അടുത്ത പോയിന്റ്. അടുത്ത നോക്കിയേ. പരിവാർ വാലോം കി സോച്ച്. കുടുംബക്കാരെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത. അടുത്ത ബേട്ടിക്കോ ദേഖ്നെ കി ഇച്ഛ. മകളെ കാണണം എന്ന ആഗ്രഹം. നെക്സ്റ്റ് ദേശയ്ക്ക് പ്രതി ഗഹന പ്യാറെ. ദേശത്തിൻ്റെ നേർക്ക് ആഴമേറിയ സ്നേഹം ഉണ്ടായിരുന്ന ബാദഷാഹിൻ്റെ മനസ്സിൽ. അടുത്ത നോക്കിയേ. പത്രേ ഭരോസെ വ്യക്തിക്ക് ഹാത്ത് മേ ഭേജിനേക്ക് ആകുലത. എഴുതിയ കത്ത് ഫരോസ് എന്ന് വെച്ചാൽ വിശ്വസ്തനായ വ്യക്തിയുടെ കയ്യിൽ അയക്കാനുള്ള ആകുലത. ആരുടെ കയ്യിൽ കൊടുത്തയക്കണം എന്ന ആകുലത അദ്ദേഹത്തിന് ഉണ്ടായി. ഇത്രയും പോയിന്റുകൾ വെച്ച് നല്ലൊരു പാരഗ്രാഫായിട്ട് എഴുതി വേണം കൊടുക്കാൻ. എങ്കിൽ നല്ല ഡയറിയാണ്. ഓണ എക്സാമിന് ഏറ്റവും നല്ല ചോദിക്കാവുന്ന നല്ലൊരു ഡയറിയാണ് ബാദഷാഹിൻ്റെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹിമാംശു ജോഷി. നമുക്കറിയാം ഏത് പാഠമാണ്? സുറീനാമേ അല്ലേ? പഹ്ലാദിൻ അതിലെ ഓദറാണ് ഹിമാംശു ജോഷി. ജിസെ അദ്ദേഹത്തിൻ്റെ വിശ്വ ഹിന്ദി സമ്മേളൻ മേ ഭാഗ് ലേനെ കെ ബാദ് സുറീനാം കെ ബാരെ മേ ഡയറി ലിഖെ. അതായത് ലോക ഹിന്ദി സമ്മേളനത്തിന് ശേഷം, അത് പങ്കാളിയായതിനു ശേഷം സുറീനാമിനെ പറ്റി അദ്ദേഹം ഡയറി എഴുതുന്നു. അതും കൊള്ളാം. അതുകൂടെ നോക്കണം. 2 ഡയറിയും നല്ലതാണേ. നമുക്കറിയാം എങ്ങനെയാണ് ഡയറി എഴുതിയിട്ട് ഡേറ്റും ഡേയും അറിയാമല്ലോ. അതും പോയിൻ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നോക്കുക. ആജ് മുച്ചേ സുറീനാം കെ ബാരമേ യാദ് ആയ. ആദ്യത്തെ ലൈൻ അങ്ങനെയാണ്. അദ്ദേഹത്തിന് സുറീനാമിനെ കുറിച്ചുള്ള ഓർമ്മ വന്നു. അടുത്ത നോക്കി. സാത്വീം വിശ്വ ഹിന്ദി സമ്മേളനം. 7ാം സാത്വി എന്ന് വെച്ചാൽ 7ാം ലോക ഹിന്ദി സമ്മേളനം. അടുത്ത നോക്കി. സമ്മേളൻ കാ അനുഭവേ. ആ സമ്മേളനത്തിൽ ഉണ്ടായ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ എഴുതണം. അടുത്ത നോക്കി. രാഷ്ട്രപതി കാ ഭാഷൻ. രാഷ്ട്രപതി, ആഫ്രിക്കൻ വംശജനായ രാഷ്ട്രപതിയുടെ ഭാഷൻ പ്രസംഗമുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ദേശം എഴുതുക. അടുത്ത നോക്കി. ഹിന്ദിക്ക് പ്രചാരം. ഹിന്ദിയുടെ പ്രചാരം അവിടെ എങ്ങനെയായിരുന്നു അത്. അടുത്ത നോക്കി. സംസാർ കി സബ്സെ ബഡി ഭാഷാവുമേ ഏക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഷകളിൽ ഒന്നായിരുന്നു ഹിന്ദി, അതിനെക്കുറിച്ച്. അടുത്ത സംസ്കൃതി വികാസമേ സഹായകെ. സംസ്കൃതി എന്ന് വെച്ചാൽ സംസ്കാരം വികസിക്കാനുള്ള ഒരു സഹായകമായി മാറി ഹിന്ദി എന്ന ഭാഷ. അവിടുത്തെ പാരാമറിബോം ഷഹറെ ഭാരതീയ ഷഹർ ജയ്സാ ലഗ. സുറീനാമിലെ പാരാമറിബോം ഷഹറെ ഭാരതീയ ഷഹർ പട്ടണമായി അദ്ദേഹത്തിന് തോന്നി. കാരണം അവിടെയുള്ള 4.5 ലക്ഷത്തോളം ആബാദി, ഓർമ്മയുണ്ടല്ലോ പഠിപ്പിച്ച്, ആബാദി ജനസംഖ്യയായിരുന്നു. അതിലെ 37% ജനങ്ങളും ഇന്ത്യൻ വംശത്തിൽപ്പെട്ട ആൾക്കാരായിരുന്നു. എവിടെ നോക്കിയാലും ആരെയാണ് കാണുന്നത്? ഭാരതീയരെ മാത്രമാണ് കാണുന്നത്. അതുകൊണ്ട് ഹിമാംശു ജോഷിയായ ലേഖകന് തോന്നി പാരാമറിബോം ഷഹർ നമ്മുടെ ഇന്ത്യയിലെ ഒരു പട്ടണമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ പോയിന്റുകളെല്ലാം കൂടെ അടിസ്ഥാനമാക്കി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് ഡയറിയാക്കി എഴുതുക കേട്ടോ. അടുത്ത് നോക്കിയേ. ആ 2 ഡയറി ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്ന ക്യാരക്ടർ സ്കെച്ചാണ്. ബാദഷാഹ് കെ ചരിത്ര പർ ടിപ്പണി ലിഖെ. അത് നിങ്ങളുടെ ഓണ എക്സാമിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യനാണ് ക്യാരക്ടർ സ്കെച്ചിൽ. നോക്കാം. ബാദഷാഹ് കി ചരിത്രഗതി വിശേഷത എന്ന ടൈറ്റിൽ കൊടുക്കണം. അതിനുശേഷം വേണം താഴേക്ക് എഴുതാൻ. പാരഗ്രാഫായിട്ട് ഒരെണ്ണം ഒരു നല്ല കണ്ണികയായിട്ട് തന്നെ എഴുതി കൊടുക്കുക.
വായിക്കാം. ആദ്യത്തെ പോയിന്റ് നോക്കിയേ. അന്തിമ മുഗൾ ബാദഷാഹെ ബഹാദുർ ഷാഹ് സഫർ. അന്തിം എന്ന് വെച്ചാൽ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു ബഹാദുർ ഷാ സഫർ. അടുത്ത നോക്കിയേ. അപ്പനെ ദേശ് ഓർ പരിവാർ കി ചിന്ത. അദ്ദേഹത്തിന് സ്വന്തം ദേശത്തെക്കുറിച്ചും പരിവാർ കുടുംബത്തെക്കുറിച്ചും ഉള്ള ചിന്ത ഉണ്ടായിരുന്നു. അടുത്ത ബേട്ടിക്ക് പ്രതി പ്യാറെ. മകളുടെ നേർക്ക്, കെ പ്രതി എന്ന് വെച്ചാൽ നേർക്ക് സ്നേഹമുള്ള വ്യക്തിയും ആയിരുന്നു. അടുത്ത ദില്ലിവാസിയോം കെ പ്രതി സഹാനുഭൂതി. ദില്ലിവാസികളുടെ നേർക്ക് സഹാനുഭൂതി അനുകമ്പയുള്ള ബാദഷാഹും ആയിരുന്നു ബഹാദുർ ഷാഹ്. അടുത്ത നോക്കിയേ. ഉൻകെ പത്രമേ സാഹസ് ആർ ദേശപ്രേം കാ സ്വർ മുഖരിതെന്ന് വേണമെങ്കിൽ എഴുതുക കേട്ടോ. ഉൻകെ പത്രമേ അദ്ദേഹത്തിൻ്റെ കത്തിലെ സാഹസവും ദേശസ്നേഹവും അതിൻ്റെ സ്വരങ്ങൾ മുഖരിതെന്നും കൂടെ ഉള്ള വാക്കുകൊള്ളാം അവിടെ മുഴങ്ങി കേൾക്കുകയും ചെയ്തിരുന്നു. അടുത്ത നോക്കിയ. ദേശിക്ക് ആസാദിക്കലിയെ തീവ്ര ഇച്ഛ. നമ്മുടെ ദേശത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടണം, അതിനുവേണ്ടി തീവ്രമായ ആഗ്രഹമുള്ള വ്യക്തിയും ആയിരുന്നു അദ്ദേഹം. അടുത്തത് നോക്കിയ. ബേട്ടി കോ ദേഖ്നെ കി ഇച്ഛ. മകളെ കാണണം എന്ന ശരിക്കുമുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായി. ബേട്ടിക്ക് ഹാലത്ത് പർ വ്യതിതെ. മകളുടെ ഹാലത്ത് എന്ന് വെച്ചാൽ അവസ്ഥ ഓർത്തെ വ്യതിതെ വ്യാകുലപ്പെടുകയും ചെയ്ത പിതാവായിരുന്നു അദ്ദേഹം. അടുത്ത നോക്കിയേ. ഖൈദി ബാപ്പ് കി മസ്ബൂരി പ്രകടെ. ഖൈദി എന്ന് വെച്ചാൽ അറിയാലോ, തടവിലായ ആ ഒരു ബാപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് കൊടുത്തിരിക്കുന്നത്. ഖൈദി എന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന വാക്കാണ്. അദ്ദേഹം എവിടെയായിരുന്നു രാജാവ്? അദ്ദേഹം ഖൈദിലെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ രംഗൂണിലേക്ക് പാഠം പഠിപ്പിച്ചതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിച്ചതാണ് അദ്ദേഹത്തിനെ ഖൈദിലാക്കിയെന്നും അവിടെ ഇരുന്നുകൊണ്ട് മകൾക്ക് എഴുതുന്ന കത്താണെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയും പോയിന്റുകൾ വച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതി വൃത്തിയായി കൊടുക്കുക കേട്ടോ. അടുത്ത നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ. ഖൈദി ബാപ്പിനെ ബേട്ടിക്ക് നാം പറ ജവാബി പത്ര ലിഖ ഉസ് പത്ര ലിഖെ. ഖൈദിലിരുന്ന എന്ന് വെച്ചാൽ തടവിലിരുന്ന നമ്മുടെ ബഹാദുർ ഷാഹ് സഫർ എന്ന ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ മകൾക്ക് എഴുതുന്ന ജവാബി പത്ര മറുപടി കത്ത്, കൊച്ചെഴുതിയ കത്തിന് മറുപടി കത്ത് അദ്ദേഹം എഴുതുന്നു. കത്ത് എഴുതുമ്പോൾ അതിൻ്റെ ഫോമാറ്റ് എന്ന് വെച്ചാൽ ആദ്യം എന്ത് ചെയ്യണം, പത്രം എന്ന് എഴുതുക, എന്നിട്ട് റൈറ്റിലേക്ക് മാറ്റി സ്ഥാൻ ദില്ലി എന്ന് കൊടുത്തു. താരിക്ക് അതിൻ്റെ ദില്ലി സ്ഥാൻ കഴിഞ്ഞ് കോമ ഇടണം, താഴെ താരിക്ക് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ആഡ് ചെയ്യണം. അതിനുശേഷം ലെഫ്റ്റിലേക്ക് മാറ്റി പ്രിയ ബേട്ടി സംബോധന ചെയ്യുക, മകൾക്കായതുകൊണ്ട് പ്രിയ ബേട്ടി എന്ന് എഴുതി, എന്നിട്ട് കോമ ഇടുക. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് എഴുതണം തുമാര പത്ര പഠ്കർ മുച്ചേ ബഡ ദുഃഖ് ഹുവാ. തുമാര പത്രം എന്ന് വെച്ചാൽ നിൻ്റെ പത്രകത്ത് വായിച്ചപ്പോൾ എനിക്ക് വളരെയധികം ദുഃഖം ഉണ്ടായി എന്നെഴുതിയിട്ട് ആ ഡോട്ടിങ് വന്നിടത്ത് നമുക്കറിയാമല്ലേ സന്ദർഭം, അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതുക. എഴുതിയതിന് ശേഷം അവസാനം റൈറ്റിലേക്ക് മാറ്റി തുമാരെ ബാപ്പ് നിൻ്റെ അച്ഛൻ ഹസ്താക്ഷർ സിഗ്നേച്ചർ അത് ബ്രാക്കറ്റിനകത്ത് കൊടുക്കണം. പിന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് ബഹാദുർ ഷാ സഫർ എന്നും കൂടി എഴുതാം. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക. എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി ലെഫ്റ്റിലേക്ക് മാറ്റി എന്ത് ചെയ്യണം, ഇത്തിരി താഴോട്ട് മാറ്റി വേണം എഴുതാൻ. സേവാമേ, സേവ എന്ന് വെച്ചാൽ 2 ആണ്. ആ സേവായ്ക്ക് തൊട്ട് താഴെ നാമ കോമ പദ എന്നെഴുതി ഒരു ചെറിയ കോളം കൂടി അവിടെ വരയ്ക്കണം. എന്നിട്ട് ഫുൾ കോളത്തിനകത്ത് വേണം ലെറ്റർ റൈറ്റിംഗ് എഴുതാൻ. അത് ശരിക്കും നല്ലപോലെ ഒരു പേപ്പറിനകത്ത് വൃത്തിയായിട്ട് ഫുൾ ഷീറ്റ് എഴുതി വൃത്തിയായി കൊടുക്കുക. ഓക്കെ, നല്ലപോലെ പഠിക്കണം. ലെറ്റർ റൈറ്റിംഗ് പരീക്ഷയ്ക്ക് വെച്ച 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്യാരക്ടർ സ്കെച്ച് എന്തൊക്കെയാണ്, ഡയറി, പിന്നെ അതിനോടൊപ്പം തന്നെ ലെറ്റർ റൈറ്റിംഗ്, ഇത് ഇത്രയും നല്ലതാണ്. ഓണ എക്സാമിന് വൃത്തിയായി നോക്കുക, പഠിക്കുക. അടുത്ത ക്ലാസ് എന്താണെന്ന് വെച്ചാൽ ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ജീവൻ വൃത്തം എല്ലാം കൂടെ കുറേ ഉണ്ട്, അങ്ങനെ തരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. ശരി.